അപ്പോഴേ ഈ ഒരു സാധനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ഞാവൽപ്പഴമാണ്. അപ്പോൾ പണ്ട് ഞാൻ സ്കൂളിലാണോ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഇത് കഴിക്കാൻ കുറേ കൊതിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു തവണ അത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറേ നാൾ കഴിക്കാണ്ടാവുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ മറന്നു പോകില്ലേ. അങ്ങനെ മറന്നിരിക്കുമ്പോഴാണ് രണ്ടാം ഭാവം എന്ന് പറഞ്ഞ മൂവിയിൽ സുരേഷ് ഗോപിയുടെയും ലെന അങ്ങനെ കഴിച്ചിട്ട് നാവ് നീട്ടി കാണിക്കുന്ന ഒരു സീനില്ലേ, ഒരു സോങ്ങിൽ, അത് കണ്ടത്. അപ്പം തുടങ്ങി നമുക്ക് അയ്യോ ഇതൊന്നും കിട്ടിയിരുന്നെങ്കിൽ എന്നൊന്ന് തോന്നിയിരുന്നു. പക്ഷേ എവിടെ നിന്നും കിട്ടാനില്ല. അന്ന് കടകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത് ഫ്രൂട്ടായിട്ട് വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ മരങ്ങളൊന്നുമില്ല നമ്മളുടെ അടുത്ത്. അങ്ങനെ പിന്നെ അത് കഴിക്കാനൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ ഓരോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് അവരുടെ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ മരം നിൽക്കുന്നുണ്ട്, അതിന് താഴത്തൊക്കെ ചതഞ്ഞരഞ്ഞ് കിടക്കുന്നുണ്ട്, വണ്ടിയൊക്കെ കയറി. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഞാവൽപ്പഴമാണ്, ജാമുൻ. അപ്പോൾ വീണ്ടും ഇതിവിടെ ഉണ്ടല്ലേ, അപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ മരത്തുമൊന്നും പറിക്കാൻ ഒരു രക്ഷയുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കഴിച്ചു. പിന്നെയും കുറേ അധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിപ്പോൾ ഞങ്ങൾ അടുത്ത് കഴിക്കുന്നത്. ആൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരവും ചവർപ്പും ഉണ്ട്, ചെറുതായിട്ട് പുളിയുണ്ട്. അപ്പോൾ ഓരോന്നെടുത്ത് കഴിക്കുമ്പോൾ ഓരോന്നിനും ഒന്നിലും മധുരം മുന്തിക്കും, അല്ലെങ്കിൽ ചവർപ്പായിരിക്കും, അല്ലെങ്കിൽ പുളിയായിരിക്കും, അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ മോൾക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ചവർപ്പൊക്കെ വന്നപ്പോൾ അവൾ അന്ന് കഴിച്ചില്ല. അത് കഴിഞ്ഞ് അന്ന് കഴിച്ചപ്പോൾ കൊതി കൂടുക ചെയ്തേ, ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന്. അത് 250 ഗ്രാമിന് 69 റുപ്പീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് കൊണ്ടുവന്ന് അത്രയും ഫ്രഷ് ആയിരുന്നില്ല ഈ ഒരു ഓൺലൈനായിട്ട് വാങ്ങിച്ചപ്പോൾ കേട്ടോ. പക്ഷെ അന്ന് മോള് കഴിച്ചു, മോൾക്ക് നല്ല ഇഷ്ടമായി കണ്ടു, അവൾ നാവൊക്കെ നീട്ടി കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇത് കഴിച്ചു തീർത്തു.